ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു നല്ല കിടു ഐറ്റം മുട്ട ഓംലേറ്റുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങ് ഇതേ വലിപ്പത്തിൽ മുറിച്ചിട്ടിട്ട് എടുത്തിട്ടുണ്ട്. 2 ചെറിയ ഉരുളക്കിഴങ്ങ്, 2 മുട്ട, പിന്നെ ഇത്രയും സാധനങ്ങൾ: പച്ചമുളക്, ഒരു ക്യാരറ്റിൻ്റെ ചെറിയൊരു പീസ്, ചെറിയ ഉള്ളി, ഇഞ്ചി, മല്ലിച്ചപ്പ്, സവാള. ഇത്രയും സാധനങ്ങളാണ് അതിന് വേണ്ടത് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് മുട്ട ഉടച്ചിട്ട് പാത്രത്തിലേക്ക് ഒഴിക്കാം. അടിപൊളിയാണ്. ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കൂ. സൂപ്പർ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായാലും രാത്രിയത്തെ ഡിന്നറിനായാലും ഉപയോഗിക്കാം, എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട്. നമ്മളെ മുട്ട ഓംലേറ്റിന് ആവശ്യമുള്ള ഉപ്പ് എല്ലാ സ്പൂണ് കൊണ്ട് നമുക്ക് ഇളക്കി ചേർക്കാം. സ്പൂണെടുത്ത് നല്ല വൃത്തിയിൽ നമുക്ക് ഇതെല്ലാം യോജിപ്പിച്ചെടുക്കാം. ചെറിയ ഉള്ളി 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഒരു സവാളേൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. 2 മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. എല്ലാം മിക്സ് ചെയ്യാം. എന്നിട്ടിതിവിടെ മാറ്റി വെക്കുക. ഓക്കെ. അപ്പം ഇനി നമുക്ക് പാനെടുത്ത് വെക്കാം. പാനെടുത്ത് വെക്കും. ഗ്യാസ് കത്തിച്ച് നമ്മുടെ പാനെടുപ്പത്ത് ഇറക്കി വെക്കും. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങുണ്ടല്ലോ, പൊട്ടറ്റോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊട്ടറ്റോനയിൽ നിരത്തി വെക്കണം. ആദ്യം അതാണ് ചെയ്യേണ്ടത്. പാന് കാഞ്ഞു, അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പൊട്ടറ്റോ ഫ്രൈ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. ആ വെളിച്ചെണ്ണ കായുമ്പോൾ നമുക്കതിലേക്ക് പൊട്ടറ്റോനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ പൊട്ടറ്റോ നല്ല വൃത്തിയിൽ കഴുകി എല്ലാം തുടച്ചിട്ട് വൃത്തിയാക്കി വെക്കണം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകുമ്പോൾ പൊട്ടിത്തെറിച്ച പോലെയാവും. എന്നാലും ആ ഉരുളക്കിഴങ്ങിന് എന്തായാലും ഒരു വെള്ളത്തിൻ്റെ ഇതുണ്ടാകും. അപ്പോൾ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് വെച്ചിട്ട് വേണം അതിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കട്ടെ. പൊട്ടക്കണി ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ഭാഗമായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ തിരിച്ചിട്ട് കൊടുക്കുക. അതാണ് വേണ്ടത്. പൊട്ടറ്റോ ഒരു ഭാഗമായി കഴിഞ്ഞാൽ അടുത്ത ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് തിരിച്ച് മറിച്ച് വിട്ട് അതിൻ്റെ മേലേക്കാണ് നമ്മൾ ഈ മുട്ട ഉടച്ചത് ഒഴിച്ച് വെക്കേണ്ടത്. ഇതെല്ലാം അത്രയേ ഉള്ളൂ. 2 എണ്ണം ചേർത്തിട്ടുണ്ട്, 2 ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചൊന്ന് സിമ്മാക്കി വെക്കാം. അധികം തീ കൂട്ടി വെക്കണ്ട, കരിഞ്ഞ പോലെയായി പോവും. അപ്പോൾ നമുക്ക് പൊട്ടറ്റോനെ തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ പൊട്ടറ്റവും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം.
പിന്നെ വരാനുള്ള ഇവർക്ക് കുറച്ച് പാടുണ്ട്. എന്നാലും നമ്മൾ വരില്ലല്ലോ, നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യില്ലേ. മറിഞ്ഞ് വീഴ് കുഞ്ഞുങ്ങളെ. അപ്പം ഞാനെല്ലാം തിരിച്ചിട്ടിട്ട് കാണിച്ചു തരാം. അപ്പം എല്ലാവരെയും ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരിക്കലും കൂടി തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ പൊട്ടറ്റോ എല്ലാം റെഡി ആയിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ ഈ മുട്ട എല്ലാം റെഡിയാക്കി വെച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ പൊട്ടറ്റോ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല മണമെല്ലാം പൊങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് മുട്ട വെച്ച് കൊടുക്കാം. അടിപൊളിയായിട്ട് എല്ലാവരും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ടക്ക് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം നമ്മൾ ഇട്ടതാണ്. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എരിവ് ഓരോരുത്തർക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാ സ്ഥലത്തും ഒന്ന് ഇത് നിരത്തി കൊടുക്കാം. നമുക്ക് നമ്മുടെ സവാളയും ഇതും എല്ലാം എല്ലാ സ്ഥലത്തും മുട്ടേൻ്റെ ഇതുണ്ടാകണം. ഉരുളക്കിഴങ്ങിനെ കവർ ചെയ്ത പോലെ ആക്കിയിട്ട് അപ്പോൾ എന്നിട്ട് സിമ്മിലാക്കി വെക്കുക. അപ്പോൾ അതാവട്ടെ. എന്നിട്ട് നമുക്ക് മറിച്ചിടാം. അപ്പോൾ നമ്മുടെ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് ഓക്കെ. ചെറിയ തോതിലൊന്ന് പൊട്ടിപ്പോയി, അത് കുഴപ്പമില്ല. അപ്പോൾ ഇതാ കണ്ടല്ലോ, നല്ല അടിപൊളി വെറൈറ്റി ഹെൽത്തി മുട്ട ഓംലേറ്റ് ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കൂ. അടിപൊളിയാണ് കേട്ടോ. കുരുമുളക് പൊടി വേണ്ടിയിട്ട് ഇതിലിട്ട് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. കണ്ടല്ലോ, അപ്പോൾ അത് അടിപൊളി ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫാക്കുന്നതാണ്. കണ്ടോ, അടിപൊളി മുട്ട ഓംലേറ്റ്. കുരുമുളക് പൊടി വേണ്ടുന്നവർക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുരുമുളക് പൊടിയൊന്നും ഇട്ടില്ല, പച്ചമുളകിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.